ഇന്നത്തെ ഒരു ബില്ല് പാസ്സാക്കാൻ വേണ്ടി ചേർന്ന ഇന്നത്തെ കൗൺസിൽ യോഗം അത് പൂർത്തിയാക്കിയതിനു ശേഷമാണ്. ഇത്ര വലിയ കലുഷിതമായിട്ടുള്ള സാഹചര്യത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ അത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അവിടെ നിന്ന് തിരികെ പോയത്. മേയർക്ക് മുൻപിൽ ബാനർ ഉയർത്തിക്കൊണ്ട് അപ്പം തന്നെ മേയറുടെ ഡയസിൽ കയറിക്കൊണ്ടൊക്കെയായിരുന്നു BJPയുടെ പ്രതിഷേധം. ഈ നിയമനങ്ങളിൽ ആരോപണം, നിയമനങ്ങൾ അനധികൃതമെന്ന് ആരോപിച്ചുകൊണ്ടാണ് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചത്. എന്തായാലും ബഹുമാനപ്പെട്ട പ്രതിഷേധത്തിനിടയാക്കിയിട്ടുള്ളത് ബിജെപിയുടെ നേതാവ് ശ്രദ്ധിക്കാനാണ്. ബാനർ അവിടെ നിന്ന് മാറ്റണം. വെറുതെ സംഘർഷം ഉണ്ടാക്കുന്ന ഈ രീതി അവസാനിപ്പിക്കണം. സംഘർഷം ഉണ്ടാക്കുന്ന രീതി അവസാനിപ്പിക്കണം. ദയവ് ചെയ്ത് ബിജെപി പാർലമെന്റ് പാർട്ടി ലീഡറോട് പറയുകയാണ്, മേയറെ മറച്ചുകൊണ്ടുള്ള ഈ സമരാഭാസം നിർത്തുക. മേയർ ഇന്നിവിടെ ആരോഗ്യശാല കമ്മിറ്റി ചെയർമാൻ അവതരിപ്പിച്ച രണ്ടാമത്തെ അജണ്ടയാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രതിഷേധക്കാർ മേയറെ വളയുകയാണ്. മേയർക്ക് മുന്നിൽ മേയറെ മറച്ചുകൊണ്ടുവരെ ബാനർ ഉയർത്തിക്കൊണ്ടാണ് BJP പ്രതിഷേധിക്കുന്നത്. അപ്പോൾ CPM കൗൺസിലർ വന്ന് അത് ബാനർ പിടിച്ചു മാറ്റുന്നു. അവിടെയാണ് കയ്യാങ്കളി തുടങ്ങുന്നത്. ആ കയ്യാങ്കളിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്റർവ്യൂ പങ്കെടുക്കാം, ജോലിക്ക് പ്രവേശിക്കാൻ സാധിക്കും. പക്ഷെ ഇവിടുത്തെ വിഷയം 2024 മെയ് 15-ാം തീയതി എംപ്ലോയ്മെന്റിൽ നിന്ന് കിട്ടിയ ലിസ്റ്റ് അനുസരിച്ച് ജൂൺ ജൂലൈ മാസത്തിൽ ഇന്റർവ്യൂ നടത്തിയിരുന്നു. ആ നടത്തിയ ലിസ്റ്റ് എന്തുകൊണ്ട് ഒരു വർഷം വൈകിച്ചു എന്നുള്ളതാണ്. ആ വൈകിച്ചതാണ് ഇവിടുത്തെ വിഷയമായിട്ട് വന്നിരിക്കുന്നത്. ആ ഒരു വർഷം വൈകിപ്പിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ കൗൺസിലർക്കാണ് നിയമനം കിട്ടുന്നെങ്കിലും ആ സമയത്ത് നൽകാമായിരുന്നു. ആ കൗൺസിലർക്ക് നിയമനം കിട്ടുന്ന കാര്യത്തിൽ അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് പകരം ഒരു വർഷം വൈകിച്ചതിനുള്ള ദുരുദ്ദേശമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനകത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അനധികൃത നിയമനം CPM പ്രവർത്തകർക്കും അനുയായികളെ ഉൾപ്പെടെ കൗൺസിലറെ ഉൾപ്പെടെ കോർപ്പറേഷനിൽ നിയമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് BJP പ്രതിഷേധിക്കുന്നു. മേയർ ആര്യ രാജേന്ദ്രനെ വളഞ്ഞു ചുറ്റി BJP പ്രതിഷേധിക്കുമ്പോഴും മേയർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മടക്കുകയാണ്. അതേസമയം മേയർക്കെതിരെ പ്രതിഷേധവുമായി കോർപ്പറേഷന് പുറത്തേക്ക് നഗരവീഥികളിലേക്ക് BJP പ്രവർത്തകർ എത്തുന്നു. നേരത്തെ നടന്നിട്ടുള്ള സംഘർഷത്തിന്റെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്.